ഉമിനീര് ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കില്ല. നോമ്പ് മുറിയുന്ന കാര്യത്തിൽ പെട്ടതല്ല ഉമിനീര് ഇറക്കുക എന്നുള്ളത്. അത് സാധാരണയായിട്ട് വരുന്ന ഉമിനീരാണെന്നുണ്ടെങ്കിൽ അത് ഉമിനീര് വായിൽ വരുന്ന സമയത്ത് തന്നെ ഇറക്കും ഒരാൾ. അത് നോമ്പ് മുറിക്കില്ല എന്നുള്ളതിൽ ഇത്തിഫാക്കാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഒരാൾ തുപ്പല് കൂട്ടി വെച്ച് വായൽ എന്നിട്ട് അത് ഇറക്കാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതും ശരിയായ അഭിപ്രായ പ്രകാരം എന്ത് ചെയ്യില്ല, നോമ്പ് മുറിക്കില്ല. അതൊക്കെ കാരണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്, പുറത്തുനിന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, കയറുന്നില്ല. അതുപോലെ വേറൊരു വിഷയമാണ് ബറക്കല്ലാഹു ഫീക്കും കഫം ശരിയായ അഭിപ്രായ പ്രകാരം നോമ്പ് മുറിക്കുന്ന ഒരു കാര്യമില്ല. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കുക, ഈ കഫ ഇറക്കുക എന്ന് പറയുന്നത് നോമ്പുകാരനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹ് അതിൽപ്പെട്ട പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഷെയ്ഖുന സായിദ് അൽ ഉസാബി അതിൽപ്പെട്ട പണ്ഡിതനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കേടുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ആ കഫ ഇറക്കുന്ന കാരണം ശരീരത്തിന് ദോഷമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ, അല്ലാതെ ഈ നോമ്പിനായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഹറാമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിവാണ്. പക്ഷെ നമ്മൾ പറയേണ്ടത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് ഉപദ്രവമാണെന്നുള്ളത് ചില ഡോക്ടർമാരും പറയുന്നുണ്ട്. തുപ്പല് അല്ലെങ്കിൽ ഈ കഫമായിട്ടുള്ള കാര്യം ഇത് വേറൊരാളതാണെന്നുണ്ടെങ്കിൽ അത് നോമ്പ് മുറിക്കും എന്നുള്ളതിൽ ഇത്തിഫാക്കാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്.